2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. 2 Kings chapter 6 verse 12. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. അത് വായിച്ചാട്ടെ. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നുവെന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ. ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോദാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. മതി, ബാക്കി ഞാൻ പ്രകാരം പറയാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആത്മമണ്ഡലത്തിലെ ദൈവപ്രവൃത്തികൾ എന്നുള്ള വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കണ്ണിന് കാണുന്ന മണ്ഡലങ്ങളുണ്ട്, കണ്ണിന് കാണാൻ കഴിയാത്ത ആത്മമണ്ഡലങ്ങളുണ്ട്. ആത്മമണ്ഡലങ്ങൾ കാണണമെങ്കിൽ ആത്മാവ് പ്രാപിച്ചവർക്ക് ഒക്കത്തുള്ളൂ. ബുദ്ധിയുടെ പ്രമാണത്തിൽ ലഭിക്കുന്നതല്ല ഇത്, ആത്മാവിൻ്റെ പ്രമാണത്തിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആത്മാവ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ആത്മമണ്ഡലം ഇല്ലെന്നില്ല. നിങ്ങൾക്കുള്ളതേ ഉള്ളൂ എന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. നിങ്ങൾക്കില്ലാത്ത ചിലതൊക്കെ ദൈവം പകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മമണ്ഡലത്തിൽ കയറണമെങ്കിൽ ആത്മാവ് പ്രാപിച്ചാൽ മതി. അതിന് വലിയ ആനക്കാര്യമില്ല, ആർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി. ദാഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ അമേരിക്കയിലായപ്പോൾ അവിടെ ലെഗ്ലാൻഡ് സഭയിൽ അവിടുത്തെ പാസ്റ്ററിനെ വിളിച്ചിട്ട്, പാസ്റ്റർ, ഇവിടെ പരിശുദ്ധാത്മാ പ്രാപിക്കാത്ത ആളുകളുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒന്ന് പ്രസംഗിക്കാനായിട്ട് പാസ്റ്റർക്ക് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് വ്യാഴാഴ്ച വൈകിട്ട്, വെള്ളിയാഴ്ച പകൽ, വെള്ളിയാഴ്ച വൈകിട്ട്, ശനിയാഴ്ച പകൽ, ശനിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച പകൽ, ഈ 6 മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ഹോളി സ്പിരിറ്റിനെ കുറിച്ച്. ഞായറാഴ്ചത്തെ ആരാധന ഭയങ്കരപ്പെടുത്തി. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അവിടുത്തെ ആൻറ്റി പറയുകയാണ്, പാസ്റ്ററെ, ആ അന്തരീക്ഷം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അന്ന് പാസ്റ്റർ ഇട്ട ആ തീ ഉണ്ടല്ലോ, അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷേ അവർ കേൾക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾ പറയട്ടെ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരാടെ കുത്തകയല്ല, ഒരാടെ പോക്കറ്റ് ഇരിക്കുന്നതല്ല. ഞാൻ കൺട്രോൾ ചെയ്യുന്ന പോലെ അല്ല പരിശുദ്ധാത്മാവ്. നിനക്ക് നിന്റെ ബുദ്ധിക്ക് അപ്പുറമായി നിന്നെ എടുത്തെറിയുന്ന, നിന്റെ മേൽ വ്യാപരിക്കുന്ന, നിന്റെ നാവിനെ ചലിപ്പിക്കുന്ന, നിന്റെ ശരീരത്തെ ചലിപ്പിക്കുന്ന അന്ധകാര ശക്തിയുടെ അമിക്കയറുകൾ ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ തിരിച്ചറിയണം. മർത്തോമ സഭയിലും പ്രസംഗമുണ്ട്, യാക്കോബ സഭയിലും പ്രസംഗമുണ്ട്, കരിസ്മാറ്റിക്കിനും പ്രസംഗമുണ്ട്. ബ്രദറുകാർ നമ്മളെയൊക്കെ നല്ലപോലെ പ്രസംഗിക്കും. പക്ഷെ അവർ നമ്മുടെ വ്യത്യാസം, നമ്മൾ എന്ത് പ്രസംഗിക്കുന്നു അത് ശരീരത്തിൽ വ്യാപരിപ്പിക്കുന്നവരാ. അതാ പെന്തിക്കോസ്. അല്ലാതെ IPC ബോർഡല്ല പെന്തിക്കോസ്, ഈ ഹോളല്ല പെന്തിക്കോസ്. എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന അഭിഷേകമാ പെന്തിക്കോസ്. പ്രായമുള്ള അപ്പച്ചന്മാരോട് അമ്മച്ചന്മാരെ കൈകൂപ്പി പറയാ, മരിക്കുന്നതിന് മുമ്പേ ഇത് പ്രാപിച്ചിട്ട് മരിക്കാവൂ. 10 പേര് മണവാളുടെ വരവിന് വേണ്ടി കാത്തിരുന്നു കേട്ടോ. 5 പേര് 10 പേരുടെ വിളക്കുണ്ടായിരുന്നു വെച്ചാ. പക്ഷെ മണവാളം വന്നപ്പോൾ 5 പേര് വിളക്കിലെ എണ്ണയുള്ളൂ. എന്റെ പരിശുദ്ധം അവനെ കാണിക്കുകയാണ്. മണവാളം വരുമ്പോൾ അകത്ത് പോണോ, വിളക്കിൽ എണ്ണ വേണം. ഇന്ന് പകൽ ഗൗരവമായിട്ടിരിക്കണം കാര്യങ്ങളെ കളിത്തമാശായി കാണരുത്. സഭായോഗത്തെ ആത്മീയ ശുശ്രൂഷകളെയും പരിശുദ്ധന്മാരുടെ വരങ്ങളെ ഫലങ്ങളെയും ആമേ തമാശായി കാണല്ലേ. നിനക്ക് ഞോണ്ടാനുള്ളതല്ല പരിശുദ്ധാത്മാവ്. നിനക്ക് ഫേസ്ബുക്കിലും വാട്സ്ആപ്പിലും കമന്റ് ഇടാനുള്ളതല്ല പരിശുദ്ധാത്മാവ്. ആരെങ്കിലും തെറ്റി കാണിക്കുന്നെങ്കിൽ അവരെ ദൈവം ന്യായം വിധിച്ചോളും. നീ അതിനെ പുറകെ പോകണ്ട. നിന്നിൽ ഈ ആത്മാവുണ്ടോ? എന്താ ഇവിടുത്തെ ആത്മമണ്ഡലം? ഇവിടുത്തെ ആത്മമണ്ഡലം ആരാൻ രാജാവ് തീരുമാനിക്കുന്ന കാര്യം പ്രവാചകൻ അറിയുന്നു. ആരാൻ രാജാവിന്റെ ആമേൻ സീക്രട്ട് ബോർഡ് എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ, ട്രംപ് വൈറ്റ് ഹൗസിൽ എടുക്കുന്ന തീരുമാനം പ്രാർത്ഥിക്കുന്ന തോമാച്ചാന് മനസ്സിലാകുന്നു. എല്ലാം പിടികിട്ടിയോ? അങ്ങനെ പെന്തിക്കോസ് വളർന്നത്. പലർക്കും മറഞ്ഞത് നിനക്ക് വെളിപ്പെടുത്തുന്ന ഒരു വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. കാരണം പഠിച്ച് സ്വതന്ത്രം പറ. നീ വെറുതെ വന്ന് കൈയടിക്കാനും ഉറക്കം പറഞ്ഞ് സ്വതന്ത്രം പറഞ്ഞു പോകാനല്ല. നീ അറിയാത്ത ചില മണ്ഡലങ്ങളിൽ നിന്നെ ദൈവം ഇന്ന് വർക്കാനും ഉപയോഗിക്കാൻ പോകുകയാണ്. ഒരു വലിയ വിഷയമാണ്. ഞാനിത് പറയുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ പറഞ്ഞു, നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റിയ ആഹാബ ശക്തികൾ ആത്മമണ്ഡലത്തിൽ ദൈവം അതിനെ വെട്ടി അവനെ അവന്റെ കുടുംബത്തെയും ദൈവം ന്യായം വിധിച്ചു.
ദൈവത്തിന് സ്തോത്രം. നിനക്കും എനിക്കുമെതിരെ വരുന്ന അന്ധകാര ശക്തികളെ ന്യായം വിധിക്കുന്ന ദൈവ സ്വർഗത്തിലുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നീ എങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്? നീ കേസ് കൊടുത്താൽ രക്ഷപ്പെടുമോ? നീ ടെലിഫോൺ ചെയ്താൽ രക്ഷപ്പെടുമോ? നീ കൊണ്ട് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിനും കത്ത് കൊടുത്താൽ ആ കാര്യം നടക്കുമോ? വക്കീലിനെ കൊടുത്താൽ രക്ഷപ്പെടുമോ? വക്കീൽ ഇത് കളിപ്പിച്ച് നിന്നെ കമത്തി കിടത്തും. വക്കീൽ നിനക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ നീ ഇന്ന് പറയണം, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. കൈയടിച്ച് ഉറക്കിയ സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലല്ലേ എൻ്റെ മനസ്സിൽ വന്നൊരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രേരണയാണ്. അത് എങ്ങനെയാണ് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ അത് ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കതിനകത്ത് ഇത് ഒരു ചരിത്രം പറയാനല്ല ഞാൻ വരുന്നത്. അതിനകത്ത് നിങ്ങൾക്കുള്ള ദൂതുണ്ട്. ആ ദൂത് ചാടി പിടിക്കുന്നവർക്കാണ് ഇന്ന് പകൽ വിടുതലുണ്ട്. പരിശുദ്ധ പറയുന്നു, ചിലർ കെട്ടപ്പെട്ട് വന്നിട്ടുണ്ട്, ചിലരെ ശത്രു ബന്ധിച്ചിട്ടിരിക്കുക. ശരീരത്തിൽ ബന്ധിച്ചു, സാമ്പത്തികത്തിൽ ബന്ധിച്ചു, ബുദ്ധിയിൽ കെട്ടി, തലമുറ കെട്ടി ഒതുക്കി വെച്ചിരിക്കുക. ഈ ദൂത് കഴിയുമ്പോൾ ആ കെട്ടു കത്താ പൊട്ടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ചോദിക്കാൻ സ്വാതന്ത്ര്യം പറഞ്ഞോളൂ. റബല റൗഡ റബല റൗഡ ജലജ രക്ഷസേ. നമ്മുടെ ഈ സഭായോഗം 13,000-ലധികം ഓൺലൈനിൽ ആളുകൾ കാണുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും അത് കഴിഞ്ഞിട്ട് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, 12 മണിയൊക്കെ 1 മണിയാകുമ്പോഴത്തേക്ക് 1000, 1500, 2000 പേര് കയറി കാണുന്നുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഇത് ഈ സഭക്കാരോട് മാത്രമുള്ള ദൂതല്ല. ഏത് രാജ്യത്തിൽ നിന്ന് നിങ്ങൾ കാണുന്നോ അവിടേക്ക് ഈ വചനം ഓടി വരികയാണ്. നിന്റെ തലമുറ അവിടെ ബന്ധിക്കപ്പെട്ടെങ്കിൽ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ അവിടെ വിടുതൽ നടക്കാൻ പോവുകയാണ്. അമേരിക്കയിലാണെങ്കിൽ, ഗൾഫിലാണെങ്കിലും, UK-യിലാണെങ്കിലും, അയർലൻഡിലാണെങ്കിലും, വെസ്റ്റ് ഇൻഡീസിലാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും വേഗത്തിൽ ഓടുന്ന വചനം അയച്ചേ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ആത്മമണ്ഡലം വെളിപ്പെട്ടു വന്നത്? നിങ്ങളിന്ന് പാൽക്കാലം തിരിച്ചറിയണം. ദൈവം എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്ന് അർപ്പിക്കുകയാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കും. 430 വർഷമാണ് ഇസ്രായേൽ മക്കളെ വിടിയിപ്പാനായി ദൈവം എടുത്തത്. കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു. പക്ഷെ 430 വർഷം എടുത്തു അവർക്ക് വിടുതലുണ്ടാകാൻ. നിങ്ങൾ പറയാം, പാസ്റ്ററെ എന്താ ഇത്ര നീളുന്നേ? വിടുതലുണ്ടാകാൻ എന്താ ഇത്ര നീളുന്നേ? ദൈവമക്കളെ, ഒരു കാര്യം ദൈവം ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അതിന്റെ സമയം അവ നടക്കും. ധൃതി വെച്ച പരിപാടി നടക്കത്തില്ല. ഒരു കോഴിയുടെ കീഴിൽ കോഴിപ്പട്ടി 21 ദിവസം ഇരുന്നാല് അത് കുഞ്ഞായി പുറത്ത് വരത്തുള്ളൂ. അതിന് സമയമുണ്ട്. നീ 15-ാം ദിവസം പൊട്ടിച്ചാൽ ചീമട്ട പുറത്തു വരും. നിന്നെ കുറിച്ച്, തലമുറയെ കുറിച്ച് ദൈവം ഒരു പരിപാടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് വരെ സമയമായിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ഇന്ന് പകൽ അതിന്റെ സമയമാ. എല്ലാവർക്കും ഇല്ല, വിശ്വസിച്ച് സ്വാതന്ത്ര്യം പറയുന്നവർക്ക് അത് വിടുതല. സാറന്മാരെ, 430 വർഷം പറഞ്ഞ 4 തലമുറ എടുത്ത് വിടുതലുണ്ടാകാൻ. പക്ഷെ ദൈവം പറയുന്നു, അബ്രഹാമിനും പറഞ്ഞു, തലമുറയോടും പറഞ്ഞു, ഞാൻ അവർക്ക് കനാൻ ദേശം, മറ്റേ മോശയോടും പറഞ്ഞു, എല്ലാം പറഞ്ഞു, ഞാൻ അവർക്ക് കനാൻ ദേശം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കനാൻ ദേശം വെളിപ്പെട്ട് വരാൻ 430 വർഷം എടുത്തു. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോണം, നീ കഷ്ടത അനുഭവിക്കുമ്പോഴേ കനാൻ ദേശം ഒരുക്കി വെച്ചിരിക്കുക. പക്ഷെ നിന്റെ കണ്ണിന് വെളിപ്പെട്ടില്ലെന്നേ ഉള്ളൂ. അല്പകാലം എടുത്താലും നീ മരിക്കുന്നതിന് മുമ്പേ അത് ദൈവം വെളിപ്പെടുത്തുമെന്നാ പറഞ്ഞത്. അബ്രഹാം തുരുത്തിയെടുത്ത് വെള്ളമെടുത്ത് വെള്ളമെടുത്ത് തുരുത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലായി വെള്ളം ഒരു ഉച്ചവരെ കൊണ്ട് തീരുമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിയ ദൈവം മരുഭൂമിയിൽ ഫ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന വെള്ളം പോലെ കോൾഡ് വാട്ടർ ഒരുക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ അബ്രഹാം വെള്ളം ഒഴിക്കുമ്പോഴേ അവിടെ തുറന്നെന്നാ എൻ്റെ വിശ്വാസം. പക്ഷെ ഇത് കാണാതാണ് ഹാഗർ കിടന്ന് കരയുന്നത്.
ഹാഗർ നിലവിളിക്കുക, ഇത് കാണാതെ നിലവിളിക്കുക. അയ്യോ, ഒരു അമ്പമ്പാട് ദൂരെ കുഞ്ഞിനെ ഇട്ടിച്ച് പറയുക, ദൈവമേ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ എന്തിനാ കുഞ്ഞെ, നീ കണ്ണു തുറന്നു നോക്ക്. ശ്രദ്ധിക്കണേ, പുറമേ ഉള്ള കണ്ണോട് കാണാൻ കഴിയാത്ത ചില ഉറവുകൾ ആത്മാവിൽ നീ കാണാൻ തയ്യാറാകണം. നീ അപ്സെറ്റ് ആകല്ലേ ആന്റി, അപ്സെറ്റ് ആകല്ലേ അങ്കിള്, ഡിപ്രഷൻ ആകരുത്. നിന്നെ മനുഷ്യരല്ല വിളിച്ചത്, നിന്നെ ദൈവമാ വിളിച്ചത്. നിന്റെ കുഞ്ഞുമനുഭവിൽ പടഞ്ഞ് മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു നീരുറവ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞിന് ചിലക്ക് വിശ്വാസമില്ല. എന്റെ കാര്യമാണ്, നിന്റെ കാര്യമാണ് പറയുന്നത്, നിന്റെ കാര്യമാണ് പറയുന്നത്, നിന്റെ കാര്യം ആത്മാവ്, നിന്റെ കാര്യമാണ് പറയുന്നത്, നിന്റെ കാര്യമാണ് പറയുന്നത്. തലമുറ ദൈവമാണ് തന്നതെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. ഓ, ശക്തിയൊന്ന് ആരാധിച്ച ദൈവമക്കളെ, ഒരാരാധന ഒന്ന് വെളിപ്പെടട്ടെ. ഇതൊരു സാധാരണ യോഗമല്ലല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരൻ എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ, സ്റ്റേജിൽ നിന്നൊരു അസാമാന്യമായ തേജസ് ജനങ്ങളിലേക്ക് ഇങ്ങനെ പറന്ന് വന്ന് ഞാൻ കണ്ടെന്ന്. ഞാൻ അതിനകത്ത് കുളിച്ചു നിന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല, ഞാൻ ചാടി എഴുന്നേറ്റെന്ന്. ഇന്ന് നിങ്ങൾ ആ അനുഭവത്തിൽ വേണം പോകാൻ. പ്രസംഗം കേട്ട് കൈയടിച്ച് മാർക്കിട്ട് വെച്ച് പോകാനല്ല വന്നത്. നിന്നെ ഇന്ന് മഞ്ഞുകൊണ്ട് പൊതിയാൻ പോകുകയാ, നിന്നെ തേജസ് കൊണ്ട് പൊതിയാൻ പോകുകയാ, നിന്നെ അഭിഷേകത്തെ നിറയ്ക്കാൻ പോകുകയാ, നിന്നെ ഒരു കീമോതെറാപ്പി റേഡിയേഷൻ ദൈവം തരാൻ പോകുകയാ, നിനക്കൊരു ആൻജിയോഗ്രാം ദൈവം ചെയ്യാൻ പോകുകയാ, ഒരു ആൻജിയോ പ്ലാസ്റ്റ് ദൈവം ചെയ്യാൻ പോകുകയാ, നിന്നെ പടഞ്ഞ വെയിനുകൾ നേരെയാകാൻ പോകുകയാ. കേട്ടില്ല, ഡെഡ് സെല്ലുകൾ ജീവൻ പ്രാപിച്ചെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. വളരെ ശക്തമായ രോഗം വന്ന്, സീഷർ വന്ന് ഡെഡായ വെയിനുകളെ ബ്രെയിന് ദൈവം ജീവൻ കൊടുത്തെങ്കിൽ നിന്റെ ഡെഡായ സെല്ലുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കും. നീ ഒന്ന് വിശ്വസിക്ക, നീ ഒന്ന് വിശ്വസിക്കാൻ ജി അങ്കളെ, നീ ഒന്ന് വിശ്വസിക്ക, വിശ്വസിക്ക. Believe in God. ദൈവത്തിൽ വിശ്വസിക്ക. റീബല ബൗഡ കമ്പല ബൗഡ ജാല റബല. ബാക്കിയുള്ള ഇടയ്ക്കത്തെ കാര്യമെല്ലാം ഞാനങ്ങ് വിടുക കേട്ടോ. ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ, വിക്കനായ മോശയുടെ നേതൃത്വത്തിൽ ഇറങ്ങി തിരിച്ചു. ഏകദേശം 30 ലക്ഷം പേരുണ്ടെന്നാണ് വേദശാസ്ത്ര കണക്ക്. 30 lakhs. ലോകം കണ്ട ഏറ്റവും വലിയ പുറപ്പാട്, ലോകം കണ്ട ഏറ്റവും വലിയ സഭ. ഈ സഭയുടെ പേര് കേൾക്കണോ? മരുഭൂമിയിലെ സഭ. പ്രേസന്റെ സഭയല്ല ഇത്, IPC അല്ല. ആമേൻ. മരുഭൂമിയിലെ സഭ. IPCയിലെ എല്ലാ രാജ്യത്തെ ആളുകളെ എണ്ണിയാൽ എത്ര കാണുമെന്ന് നമുക്കറിയാം.
എല്ലാ പെന്തിക്കോസിലും കൂടി എത്രയുണ്ടോ നമുക്കറിയാം. പക്ഷേ മോശയുടെ നേതൃത്വം സഭ 30 ലക്ഷം പേരുടെ സഭ. ഒരു വിക്കനായ മോശയുടെ ശബ്ദം കേട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 2 വാക്ക് കൂട്ടി പറയാൻ അറിയാത്തൊരു മോശ, 2 വാക്ക് പറയാൻ വിക്കനായ മോശ, ആരെങ്കിലും ചൂടായി വന്നാൽ തിരിച്ചൊരു വർത്താനം പറയാൻ കഴിവില്ലാത്ത മോശ, അവന് ലീഡർഷിപ്പിൽ ഇറങ്ങിയിരിക്കുക. എന്തോ കഴിക്കുമെന്ന് അറിയത്തില്ല, എന്താ കുടിക്കുമെന്ന് അറിയത്തില്ല, എവിടെ പോകണമെന്ന് അറിയത്തില്ല. ഒരു ശബ്ദം കേട്ട് ഇറങ്ങിയിരിക്കുക. മോശേ, നിനക്കെങ്ങനെ ധൈര്യം വന്നു ഇത്രയും പേരെ ഇറക്കാൻ? മോശ പറഞ്ഞു, എനിക്കൊരു കഴിവില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ എന്നോട് പറഞ്ഞു ഈ ജനത്തെ വിളിച്ചിറക്കാൻ. I am that I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ എക്സ്പ്രഷൻ നോക്കി, എന്താ പേര്? ഞാനാകുന്നു. ഞാൻ പറഞ്ഞ അടുത്ത ആശുപത്രി കൊണ്ടുപോകണം, മരുന്ന് മേടിച്ചു കൊടുക്കണം. ഞാനാകുന്നവൻ ഞാനാകുന്നു, എന്തോ പേരാ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായത് ഈ മക്കളെ? എന്താ അർത്ഥം? ഒരാളെ കമ്പയർ ചെയ്യാനില്ല ദൈവത്തിന്. ഞാൻ ഇന്ന പോലൊരു ദൈവമാ, അതുപോലൊരു ദൈവമാ, ഇതുപോലെ ദൈവം എന്ന് പറയാനില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഞാനാകുന്നവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്നുപോലെ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു പറഞ്ഞ ആ സർവശക്തനായ ദൈവം, ഒമിനി പോട്ടന്റ്, ഒമിനി പ്രസന്റ്. ഈ ദൈവത്തെ കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയതല്ലേ ഭാഗ്യം. ചില ഭാഷമാരെ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എത്തി നോക്കാൻ അവരെ ചെന്നപ്പോൾ അവിടെ വാതിൽക്കൽ ചെന്നപ്പോൾ ചുമ്മാ കാണാൻ പോയതാ, പൗലോസ് പോയതുപോലെ. അവിടെ പ്രസിദ്ധമായ സ്ഥലമാണെന്നാണ് പറഞ്ഞ്. ആ വാതിൽക്കൽ ചെന്നപ്പോൾ ഒരു ദൈവം അവിടെ ഇരിപ്പുണ്ട്, കുനിഞ്ഞിരിക്കുക. അപ്പോൾ ഭക്തന്മാർ എന്ത് ചെയ്തറിയാം, ആഞ്ഞ് കൈയടിക്കുക, എന്നിട്ട് നമസ്കരിക്കുക, പിന്നെ ആഞ്ഞ് കൈയടിക്കുക, പിന്നെ നമസ്കരിക്കുക. അപ്പോൾ ഈ ഭാഷ ചോദിച്ചു, എന്തിനാ കൈ അടിച്ചിട്ട് നമസ്കരിക്കുന്നത്? ആ പുള്ളി അനങ്ങുന്നേ ഇല്ലല്ലോ. പണ്ടേ പറയാം, ആ പുള്ളി ഉണർത്തുകയാണ്. ആ പുള്ളി 24 മണിക്കൂർ ഉറങ്ങുന്ന ഒരു ദൈവം. ആ ചെല്ലുന്ന ഭക്തൻ കൈ അടിച്ചാലേ ഉണരത്തുള്ളൂ. എന്നാൽ നമ്മുടെ ദൈവത്തിന് പ്രത്യേകത കേൾക്കണോ? 24 മണിക്കൂറും ഇസ്രയേലിന്റെ പരിപാലകൻ ഇസ്രയേലിന്റെ പരിപാലകൻ ഉറക്കെ പറ, ഇസ്രയേലിന്റെ പരിപാലകൻ ഉറക്കെ പറ, ഇസ്രയേലിന്റെ പരിപാലകൻ. അയ്യോ ഒന്ന് പറഞ്ഞേ, മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നതുമില്ല. നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ ഇന്ന്. എനിക്കാണ് തുള്ളിച്ചാടാൻ തോന്നുക, നടുവേനൊക്കെ പോയി കേട്ടോ. ഇന്ന് പോലെ കെട്ടുപെട്ടാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവൻ ഉറക്കം തൂങ്ങുന്നില്ല. ഓ ശക്തിയെ കൈയ്യൊന്ന് അടിച്ചോട്ടെ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. ഓ റബ റബ റബ. പുറത്തെ പോർച്ചിരിക്കുന്നത് ഞാൻ ആത്മാവിൽ പറയുന്നു, അകത്ത് വ്യാപരിക്കുന്ന അതേ ആത്മാവാ പുറത്തും വ്യാപരിക്കുന്നത്. നിങ്ങൾ കാഴ്ചക്കാരായിട്ട് ഇരിക്കരുത് പ്ലീസ്. ഇവിടെ വ്യാപരിക്കുന്ന പോലെ അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വരുന്നവരെ നോക്കി അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഇരിക്കരുത്. നിങ്ങളിത് ഏറ്റെടുത്തോണം. അവിടെ ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിപ്പോയി. പക്ഷേ ഇത് പവർ ഏറ്റെടുത്തോണം. ഇത് സഭായം കാണാൻ വന്നവരല്ല, സഭായം കൊള്ളാൻ വന്നവരല്ല, കുർബാന എടുക്കാൻ വന്നവരല്ല. നമ്മൾ അഭിഷേകം നിറഞ്ഞവരാ, പ്രാപിക്കാൻ വന്നവരാ, നമ്മൾ പ്രാപിക്കാൻ വന്നവരാ. ഓരോ ബല ദല റബ കല ഇബ റബ 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 റബ.
അസാമാന്യമായ ദൈവശക്തി ഈ ആലയത്തിൽ വ്യാപരിക്കുക. ഈ സ്റ്റേജ് മുതൽ പുറകിൽ വരെ ഒരുപോലെ വ്യാപരിക്കുന്നു. ഓൺലൈനിൽ കാണുന്നവരുടെ ദൈവത്തിന്റെ അഭിഷേകം. ഒരു സഹോദരി ഇന്നലെ ഫോൺ ചെയ്താൽ പറയാം, പാസ്റ്ററെ എനിക്ക് ചാടി എഴുന്നേക്കണം തോന്നി, ഞാൻ പിടിച്ചങ്ങിരുന്നെന്ന്. ചാടി എഴുന്നേക്കണം തോന്നിയ ചാടിക്കോണം. ഇവിടെ യാതൊരു റെസ്ട്രിക്ഷനുമില്ല. ആരെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ ഞാൻ ഏറ്റു. ഇവിടുത്തെ അധ്യക്ഷൻ രാജഗോപാലെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവാ. അമ്മ രാജഗോപാലെ ഇല്ലാഞ്ഞിട്ട് 3 മാസം സഭ ഓടിയല്ലോ. അപ്പം സഭ പാസ്റ്ററുടെ അല്ല, സഭ ദൈവത്തിൻ്റെതാ. പരിശുദ്ധാത്മാവോടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നോട് ഞാൻ പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലനം ഉറങ്ങുകയും മയങ്ങുകയും ചെയ്യാതിരിക്കുമ്പോൾ നീ അങ്ങനെ ഉറങ്ങുകയും മയങ്ങുകയും ചെയ്യുന്നു. ഈ ഓത്ത് വന്ന് ഉറങ്ങുന്നത് എങ്ങനെ? വരുമ്പോൾ തൊട്ട് തൂങ്ങുന്നത് എങ്ങനെ? എടാ, ഈ ദൈവത്തെ കാണാത്തോണ്ടല്ലേ നീ തൂങ്ങുന്നേ. ഇന്ന് പൽക്കാലം നീ ഒന്ന് തൂക്കം മാറ്റി വെക്കേ, നീ ഒന്ന് കയ്യൊന്ന് അടിക്കേ, നീ വായം തുറക്കേ, നീ ഒന്ന് സ്വോത്രം ഉറക്കെ പറ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ നീ ആത്മാവ് തിരിച്ചറിയണം. ഓ പോരാ പോരാ പോരാ. റിബ റബ 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 റിബ റബ 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 റിബ റബ റബ റബ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ കൃപ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തം ജയ. ഓ റിബ ലാ റഷസ്. രക്തം 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 രക്തം. യേശുവിന്റെ രക്തത്താൽ ജയം. പള്ളി പിരിഞ്ഞ് വരുമ്പോൾ ചോദിക്കും, എവിടെയായിരുന്നു? പള്ളിയിൽ പോയി. എന്തിനാ? കുർബാന കൊള്ളാൻ. എന്തിനാ? ആരാധന കാണാൻ. സ്തോത്രം. എന്തിനാ? അച്ഛൻ പറയും, പോയി ചെന്നില്ലേ, എത്ര നാളായി കണ്ടിട്ടെന്ന് പറയും, അതിന് പോയതാ. ഇവിടെ ഒരു അച്ഛനും പറയത്തില്ല നീ എന്നാ വരാൻ, ഞാൻ ചോദിക്കത്തില്ല. സൗകര്യം ഉണ്ടേ വന്നാൽ മതി. പക്ഷെ ഇവിടെ കൊള്ളാൻ വന്നതല്ല, കാണാൻ വന്നതല്ല, നമ്മൾ അനുഭവിക്കാൻ വന്നവരാണ്. അനുഭവിച്ചേ പോകാവൂ. ഇവിടെ വ്യാപരിക്കുന്ന അതേ പ്രസൻസ് ജനത്തിൻ്റെ ഇടയിലുണ്ട്. ഇവിടെ വ്യാപരിക്കുന്ന അതേ ആത്മാവ് അവിടെയുണ്ട്. ഇവിടെ മധുബാഹ ഇല്ല, ധൂപക്കുറ്റിയില്ല, മെഴുതിരി കാലുകളില്ല, ത്രോണോസ് ഇല്ല, ആമേ കുന്തിരുക്കമില്ല, മണിയടിയില്ല. ഇവിടെ അഭിഷേകമേ ഉള്ളൂ. അത് കണ്ടവരാ നമ്മൾ. അതല്ല ഇത് വേറെന്താ? ഹല്ലേലൂയ. വളരെ സ്വന്തം പറഞ്ഞാൽ ദൈവമക്കളെ, ആമേൻ. എല്ലാവരും ഇന്ന് പവറായിട്ടിരിക്കണം കേട്ടോ. ആത്മമണ്ഡലത്തിലെ ആത്മപ്രവൃത്തികൾ ഇന്ന് ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. ആ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തിയാണ് കേട്ടോ. അപ്പോൾ 30,000 പേർ ഇറങ്ങി തിരിച്ചു. അതിൻ്റെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. അമ്മ പുറപ്പാട് പുസ്തകം 13:20. അവൻ സൂക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏതാമിൽ പാളയമിറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും. ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം, ഒരെത്തും പിടിയുമില്ലാതെ എങ്ങോട്ട് പോകുന്നറിയാതെ ഈ ജനത്തിന് വഴി കാണിക്കാനായി ദൈവം ചെയ്ത ഒന്നാമത്തെ അത്ഭുതം, അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകലുണ്ടാവും യാത്ര ചെയ്തക്കോണം. അവർക്ക് വഴി കാണിക്കേണ്ടത് പകൽ മേഘസ്തംഭത്തിലും രാത്രിയിൽ അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഒന്ന് പറഞ്ഞാട്ടെ, ദൈവം അവർക്ക് എന്താ കൊടുത്തു? വഴി കാണിക്കാൻ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. മേഘസ്തംഭം വെയിൽ അടിക്കാതിരിക്കാനാണെങ്കിൽ അഗ്നിസ്തംഭം രാത്രി വെളിച്ചം തരാനാ. ഒരു പമ്പയുമായിട്ടും ഒരു ഇടുക്കിയുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഈ ജനത്തിന് വെട്ടം കൊടുക്കാൻ ദൈവം ഇറങ്ങി വന്നു.
വെളിച്ചമല്ല വന്നത്, മേഘസ്തംഭം വന്നു, അഗ്നിസ്തംഭം. പക്ഷേ ആ മേഘസ്തംഭം അഗ്നിസ്തംഭം ദൈവമാണ്. ദൈവം വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. ഒരു സ്വന്തം പറയാമോ? ആമേൻ. അവർക്ക് മുമ്പായി രാത്രി അഗ്നിസ്തംഭത്തിൽ യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവർക്ക് മുമ്പായിട്ട് ആര് പോയി? ഒന്ന് പറവാ. യഹോവ പോയി. വിക്കനായ മോശം പോയിട്ട് കാര്യമായില്ല. ആര് പോയി? ഒരു കാര്യം ഓർത്തിട്ട് വിളിച്ചിറക്കിയവൻ എല്ലാ കാര്യവും ചെയ്യും. നീ ടെൻഷൻ പിടിക്കണ്ട. കെട്ടുതാലി പൊട്ടിച്ചാൽ, വെള്ളത്തിൽ മുങ്ങി കരക്ക് കയറിയാൽ, പള്ളി വിട്ടാൽ എൻ്റെ കാര്യം എങ്ങനെ നടക്കുമെന്ന് പേടിച്ച് നീ ഇരുന്നില്ല ഒരു കാലത്ത്. ഇറങ്ങിയിട്ട് 30-40 വർഷമായില്ലേ? എന്തേലും കുഴപ്പം പറ്റിയോ? എൻ്റെ കാര്യം അറിയാമോ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും 30 വർഷം പേരെ നടത്തിയ ദൈവം നിന്നെ നടത്തിയ ശക്തനാ. ഇത്രയും പറഞ്ഞിട്ട് ചിലർക്ക് സന്തോഷം വരുന്നില്ല. ദൈവം അവർക്ക് മുമ്പായി പോയെന്ന് കേട്ടോ. ദൈവം ആർക്ക്? നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഏതോ സംതിങ് റോങ്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിനൊരു പരിപാടി ഞാൻ ചെയ്യാൻ പോകുകയാണ്. ശ്രദ്ധിച്ചെന്ന് കേട്ടോ. സെൽപ്പാശമാരിക്കും വന്നേ, 5 പേരിക്കും വന്നേ. നിങ്ങൾ 5 പേര് പെട്ടെന്ന് വന്നേ. ഇവരൊന്ന് മനസ്സിലാക്കണമല്ലോ ഈ കാര്യം എങ്ങനെ നടക്കുന്നതെന്ന്. നിങ്ങൾ വന്നേ പ്ലീസ്. നിങ്ങൾ ലൈനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ചെയ്യുന്നേ. ലൈനായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, മുമ്പോട്ടല്ല, ഇങ്ങനെ. ആമേൻ. ഇതാരാന്നറിയാമോ? ഇത് മോശ. ഇതാരാന്നറിയാമോ? ആഹരോൻ, യോശുവ, കാലേബ്, പിന്നെ പ്രഭുക്കന്മാരെ പ്രതിനിധിയായിട്ട് അലക്സ് പാസ്റ്റർ. ഇത്രയും പേരാണ് ഇറങ്ങിയിരിക്കുക. എവിടോട്ട് ഇറങ്ങിയിരിക്കുക? പറ, എങ്ങോട്ട് ഇറങ്ങിയിരിക്കുക? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാതെ എനിക്കിതെല്ലാം അറിയാം. പിള്ളേരോട് മോനെ അമ്മ നോണത്തിക്ക്, എടാ മോനെ ഇവിടെ സിനിമ നടക്കുന്നു, നോക്കി നിന്നിട്ട് തല നേരെ. ഇവിടെ ഭയങ്കര സംഭവമാണ്, കണ്ടുപോകണം. ഇവിടെ ദൈവം എന്നാ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടുപോകണം. അപ്പോൾ മോശയും യോശുവയും കാലേബും ബാക്കിയുള്ള ഭക്തന്മാർ 30 ലക്ഷം പേര് ഇങ്ങനെ റാലിയായിട്ട് പുറകോട്ട് നിൽക്കുക, ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ഇറങ്ങിയപ്പോൾ രാത്രിയിലാണ് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ ഇവർക്ക് വെട്ടമില്ല. വെട്ടം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം ഇറങ്ങി വന്നു. ബേക്കുട്ടിച്ചാനിങ്ങി വന്നേ, അങ്ങി വന്ന് ബേക്കുട്ടിച്ചാനെ ഒരു ദൈവത്തിൻ്റെ മീശയൊക്കെ ഉണ്ട്. ഇങ്ങി വന്നേ, ഓടി വന്നേ. ഇതാ ദൈവം. പൊങ്ങിപ്പോവല്ലേ? ദൈവം എവരുടെ മുമ്പിൽ നിന്നു. പറഞ്ഞേ, ഉറക്കെ പറ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്കാണ്ട് ഉറങ്ങുന്നുണ്ടല്ലോ ഇത്രയും കാണിച്ചിട്ടു. അപ്പോൾ അവരെ ഒന്നുകൂടെ കൊട്ടി ഉറക്കിക്കൂ. നിങ്ങൾക്ക് ദൈവം അവരുടെ മുമ്പിൽ നടന്നു. ദൈവം എന്നാ ചെയ്യുന്നറിയാമോ? ദൈവം ചെയ്തു, പകൽ അവർക്ക് ചൂടടിക്കാതിരിക്കാൻ ഈ ദൈവം മേഘസ്തംഭം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പിന്നെന്ത് ചെയ്തു? രാത്രിയിൽ അവർക്ക് വെളിച്ചം കിട്ടാൻ ഈ ദൈവം എന്ത് ചെയ്തു? അഗ്നിസ്തംഭത്തെ കൊടുത്തു. ഒന്ന് പറഞ്ഞേ, പകൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും. ആ മേഘസ്തംഭവും അഗ്നിസ്തംഭം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. മനസ്സിലായോ? ദൈവം ഇറങ്ങുമ്പോൾ വെളിച്ചമുണ്ട്, ദൈവം ഇറങ്ങുമ്പോൾ അഭിഷേകമുണ്ട്, ദൈവം ഇറങ്ങുമ്പോൾ കെട്ടുകൾ പൊട്ടും, ദൈവം എഴുന്നേൽക്കുമ്പോൾ കൃപാപരങ്ങളും വെളിപ്പെടും. ദൈവം എഴുതുമ്പോൾ നിനക്ക് എന്ത് വേണോ അതെല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ, ആരും പോകല്ലേ, പൊയ്ക്കളില്ലേ. നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം ഇന്നത്തെ യോഗം അവസാനിപ്പിക്കാൻ. നിങ്ങൾ അവിടെ നിൽക്കണം. അപ്പൊ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന് മുമ്പിൽ നിന്ന് മാറിയതുമില്ല. എല്ലാവരും പറഞ്ഞേ, ഉറക്കെ പറ. മാറിയതുമില്ല. നിന്നെ ദൈവമാണ് വിളിച്ചതെങ്കിൽ നീ ഇവിടുന്ന് മരിക്കുന്നിടം വരെ അത് മാറാതെ നോക്കാൻ ദൈവത്തിന് കഴിയും. കയ്യിലെ ചുറക്ക സ്വതന്ത്രം പറ. ആമേൻ. ഇങ്ങനെ അവരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവര് തിരിഞ്ഞു നോക്കി, ഒന്ന് തിരിഞ്ഞു നോക്കി പുറകോട്ടെ. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വേണ്ട അലക്സ് പാസ്റ്റർ മാത്രം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഫറവോനും സൈന്യം പുറകെ വരുന്നു. മക്കളെ 5 പേരിങ്ങി വന്നേടാ, നിങ്ങൾ 5 പേരിങ്ങി വന്നേ, നിങ്ങൾ 5 പേരിങ്ങി വന്നേ. ഫറവോനും സൈന്യം ഇപ്പം വരുന്നത്. വന്നേ പെട്ടെന്ന് ഓടി 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 ഇവിടെ പുറകെ നിൽക്കാം. ഇവരെ ഡ്രസ്സ് കണ്ടോ?
ഫറവോൻ്റെ ലക്ഷണമുണ്ട്. വാ ഇവിടെ പുറകേക്ക്, ഇതുപോലെ നിൽക്കേ. ഫറവോനും സൈന്യവും പുറകെ വരുന്നു. ഈ ഫറവോനും സൈന്യവും പുറകെ വരുന്നു എന്ന് ഇവരിറങ്ങിയപ്പോൾ അവരില്ലായിരുന്നു. അവരെ പിള്ളേർ ഏകജാതന്മാരെ മരിച്ചതിനെ കരഞ്ഞും കൂവി ദൽവിളിച്ചിരിക്കുമായിരുന്നു. ഇവർ പോയെന്നറിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ഫറവോനും സൈന്യം പയ്യെ തല്ലിക്കൂട്ടി ഇറങ്ങി. നിങ്ങൾ ഇന്ന് പകൽ ഇത് കണ്ടിട്ട് കേട്ടിട്ടേ പോകാവേ, ഇത് അകത്തോടൊന്ന് കയറണം. ഇത് ഇസ്രായേൽ ചരിത്രം പറയാനല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതം പറയാൻ പോകുകയാണ്. അത് നിങ്ങൾ ഏറ്റെടുത്താൽ ഇന്ന് പകൽ നിങ്ങൾക്കൊരു വലിയ വിടുതല. ഓൺലൈനിൽ കൂടെ കാണുന്നവർക്കെല്ലാം ഇന്ന് പകൽ ഇതൊരു വിടുതലായി മാറാൻ പോകുകയാണ്. ആമേൻ. ഇനി 14-ാമത്തെ 10-ാം വാക്യം വായിച്ചേ. 14:10. ഫറവോൻ അടുത്ത് വരുമ്പോൾ 14:10 ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവരെല്ലാം ഭയപ്പെട്ടു പോയി. ശ്രദ്ധിക്കണേ, മുമ്പിൽ ദൈവമുണ്ട്, മേഘസ്തംഭമുണ്ട്, അഗ്നിസ്തംഭമുണ്ട്. എങ്കിലും എവരെ കണ്ടപ്പോൾ പേടിച്ചു പോയി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്തൃമേശ എടുക്കുന്നുണ്ട്. കൊച്ചു കാര്യം വരുമ്പോ പേടിച്ചു പോകുക. ടെൻഷൻ, ഡിപ്രഷൻ ഇന്ന് മകൾ യേശുവിന്റെ നാമത്തിൽ കെട്ടിപ്പൊട്ടട്ടെ. പോരാ ശക്തിയോടെ രക്തം ജയമെടുക്കട്ടെ. ശ്രദ്ധിച്ചേ, ഫറവോനും സൈന്യവും എത്ര പുറകെ നിന്നാലും ദൈവവും മേഘവും ആമൻ വെളിച്ചവും മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ദൈവം മാറിയില്ലല്ലോ. അവൻ വാക്ക് പറഞ്ഞ മാറാത്തവനാ. അവൻ വിളിച്ചിറക്കിട്ട് വഴിയിലിട്ടേച്ച് പോയവനല്ല. കൈയടിച്ച് സ്തോത്രം പറ. ദൈവത്തിന് സ്തോത്രം. അമേൻ. അപ്പൊ ഇവര് പറയാ കേട്ടോ, വായിച്ചമ്മ അടുത്ത് ഇസ്രായേൽ യഹോവ നിലവിളിച്ചു, അവർ മോശയോട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? അവര് പറയാ, ദൈവം മുമ്പിലുണ്ട്, തേജസ് മുമ്പിലുണ്ട്, മേഘം മുമ്പിലുണ്ട്. അപ്പൊ എവര് പറയാ, എവരെ കണ്ടുകൊണ്ട് പറയുക, ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണ് മോശം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാ വർത്താനല്ലേ? ചില പറയാ, ഓ പെന്തിക്കോസ് ഇറങ്ങി മോശമായിപ്പോയി, ഗതികേടായിപ്പോയി, എന്നാ കുഴപ്പം പറ്റിയെന്നാ പറയുന്നത്. നിന്നേക്കാൾ പണക്കാരെ നോക്കിയിട്ട് നീ അസൂയപ്പെട്ടിട്ട് നീ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ദൈവം അത് ഇഷ്ടപ്പെടത്തില്ല. ഇന്ന് വരെ നടത്തിയ ആരാ ആന്റി? പറ, ആരാ? ദൈവമല്ലേ? അങ്കിളെ, ഇന്ന് വരെ ആരാ നടത്തിയേ? ദൈവമല്ലേ? നാളെ നടത്തുന്ന ആരാ? ദൈവമാ. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ചെറിയ കാര്യം വരുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്, ചെറിയ കാര്യം വരുമ്പോൾ ടെൻഷൻ ആകരുത്. മിസ്രയീം ചെലങ്ങന തിരിച്ച് അവിടെ ഇതിനേക്കാൾ നല്ലതായിരുന്നു. വായിച്ച മോളെ വായിച്ചേ. നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? നീ എന്നാ ചെയ്തെന്ന് എന്ന പരിപാടി അവര് പറയുന്നത്? അടുത്ത് വായിച്ചേ. മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്നും ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? ഞങ്ങളെ തിരിച്ചുവിടാൻ പറഞ്ഞല്ലായിരുന്നു? നീ എന്നാ പരിപാടി കാണിച്ച്? 430 വർഷത്തെ വാഗ്ദാനം ദൈവം കൊടുക്കുമ്പോൾ പിറുപിറുക്കുക. മനസ്സിലായോ? നാളുകളെ നിന്റെ പ്രാർത്ഥന മറുപടി ദൈവം തരുമ്പോൾ പിറുപിറുപ്പിന്റെ വാക്ക് നീ പറയരുത്. തന്നതിൻ്റെ അകത്ത് തൃപ്തി ഉണ്ടല്ലോ, നീ അത് പറയത്തില്ല. തൃപ്തി ഇല്ലാത്തതാ ഏറ്റവും വലിയ കുഴപ്പം. ഇതിനേക്കാൾ നല്ല കല്യാണം കിട്ടുമായിരുന്നെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി, ഭാര്യയോട് വഴക്കുണ്ടാവും. ഈ ഭാര്യ എനിക്ക് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും വഴക്കുണ്ടാകത്തില്ല. അതൃപ്തിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം.
അടുത്ത വായിച്ച്. മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അടുത്തത്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ഇന്ന് പല ദൈവം പറയുക, മോശ പറഞ്ഞത് ഈ ജനത്തോട് ഞാൻ പറയാ, ഭയപ്പെടേണ്ട. എന്താ കാര്യം? മുമ്പിൽ ദൈവമുണ്ട്, മേഘസ്തംഭം അഗ്നിസ്തംഭം മുമ്പിലുണ്ട്. ദൈവമക്കളോട് ഇന്ന് പാൽക്കാൻ ഞാൻ ആത്മാവിൽ പറയുന്നു, ഭയപ്പെടേണ്ട. കൈയടിച്ചുറക്കെ സ്വതന്ത്രം പറ. ജനത്തോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഭയപ്പെടേണ്ട. Don't afraid. ഭയപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അച്ഛാ, ഉറച്ചു നിൽക്കണേ, വേവറിയല്ലേ, ഉറച്ചു നിന്നോണം. അടുത്തത് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. അപ്പൊ ഇവർ ഇത്ര നേരം എന്ത് കണ്ടില്ല? ഇത്ര നേരം ചെയ്തതല്ല, ഇനിയും ചെയ്യാൻ പോകുന്നത് ഇവർ കണ്ടിട്ടില്ല. നിങ്ങൾ ഇന്ന് വരെ കാണാത്തതിനേക്കാൾ ചിലത് ഇന്ന് പകൽ ചെയ്യാൻ പോകുകയോ. ആമേ, ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല. ആമേ, ദൂതാകട്ടെ, ഏറ്റെടുത്തോണം. ഇന്ന് വരെ നീ ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ അറിയാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽ ഈ ആരാധനയിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുക. ആമേൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. അടുത്ത വായിച്ച്. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. പോരായോ ദൂത? ഇന്ന് നീ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഇത് പറയുമ്പോഴൊന്നും നടന്നിട്ടില്ല. പറയുമ്പോ ദൂത അല്പം കഴിയുമ്പോൾ നടക്കാൻ പോവാ. അതവിടെ നടക്കാൻ പോവാ. ഇപ്പൊ കണ്ടുപോണം, ദൈവം എന്നാ ചെയ്യാൻ പോകുന്നത് ഇപ്പം കണ്ടോണം. അത് ദൈവം നടത്താൻ പോവുകയാണ്. അത് ഇന്ന് പകൽ ദൈവം വെളിപ്പെടുത്തും. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നത്. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് ആത്മാവിൽ കണ്ടുകൊണ്ട് വേണം ഈ ദൂത കേൾക്കുവാൻ. ആമേൻ. ആമേൻ. മോളെ, അതിന്റെ 15ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി. ദൈവം പറയാ, ജനത്തോട് പറയാണ്, മോശയോട് പറയാണ്, നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾ പേടിച്ചു പോകല്ലേ. ദൈവം കൂടെ ഉണ്ടെന്നേ. ദൈവം മേലെ കയറി പോയില്ല, ദൈവം കൂടെ നിൽക്കുക. നിങ്ങൾ ഓർക്കണേ, ഈ പട്ടാളക്കാരൊക്കെ യുദ്ധത്തിന് വരുമ്പോൾ എല്ലാ സന്നാഹങ്ങളും ഒരുമിച്ച് കൂടും. എന്തിനാ? ജയിക്കാൻ വേണ്ടി. വായുസേന, അതുപോലെ തന്നെ ജലത്തിൻ്റെ എല്ലാ സേനകളും, കരസേന, എല്ലാ സേനകളും ഒരുമിച്ച് കൂടും. എന്താ പറയുമ്പോൾ യുദ്ധം ജയിക്കാൻ. ഇത് ഫറവോനുമായിട്ടുള്ള അറ്റാക്കാണ്. ഈ അറ്റാക്ക് മോശയുടെ പ്രസ്റ്റീജ് അല്ല, ദൈവത്തിൻ്റെ പ്രസ്റ്റീജാണ്. അത് മോശ പറഞ്ഞിട്ട് ഇറങ്ങിയതല്ല, ദൈവം പറഞ്ഞിട്ട് ഇറങ്ങിയതാ. ജയിപ്പിക്കേണ്ട ജോലി മോശയുടെ അല്ല, ദൈവത്തിൻ്റെതാ. അപ്പം ദൈവം അത് ഏറ്റെടുക്കുമ്പോൾ എന്തെല്ലാം നടക്കുമെന്ന് നമ്മൾ കാണാൻ പോകുകയാണ്. അത് നിങ്ങൾ അകത്തോടെ കയറി നിങ്ങൾ രക്ഷപ്പെട്ടു. ദൈവം പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞാനിവിടെ കൂടിയില്ലേ? ഇത് പറഞ്ഞിട്ട് ഒരു പേടിയാ, ഇവർക്ക് ഭയമാ. ദൈവം പറഞ്ഞു, നിങ്ങൾ അടങ്ങിയിരിക്കേ, നിങ്ങൾ വെയിറ്റ് ചെയ്യേ. അടുത്ത വായിച്ചേ. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. മോശ ചെയ്യേണ്ട കാര്യമുണ്ട്. ദൈവം അവിടെ നിൽക്കുമ്പോൾ മോശയോട് പറയാണ്, നീ വടിയെടുത്ത് എന്ത് ചെയ്യണം? ഇതാ വടിയെടുത്ത് നീട്ടിയിട്ട് എന്ത് ചെയ്യണം? കടലിന്മീതെ നീട്ടണം. കൈയും നീട്ടണം, വടിയും നീട്ടണം. മനസ്സിലായോ? ഈ വടി സാധാരണ വടിയല്ലച്ചാ, ഫറവോന്റെ 10 പാമ്പിനെ വിഴുങ്ങിയ വടിയാ. രക്തം ജയമെടുക്കട്ടെ. ഫറവോന്റെ 10 പാമ്പിനെ വിഴുങ്ങിയ വടിയാ. ഇത് സാധാരണ വടിയല്ല. ഫറവോന്റെ മുമ്പിൽ ദൈവം ആരാന്ന് വെളിപ്പെടുത്തിയ വടിയായി വടി കേട്ടോ. ആ വടി ദൈവം നേരത്തെ കൊടുത്തു വിട്ടിരിക്കുക മരുഭൂമി ജനത്തെ നയിക്കാൻ. അയ്യോ, ഒരു പേര് ഉണക്കക്കമ്പോ. അടി, ഉണക്കക്കമ്പിന് ശക്തിയുണ്ടോ? ചുമ്മാ നീട്ടി അങ്ങനെ അമ്മ വെള്ളം 2ആയി മാറുന്നേ. ദൈവങ്ങളെ, ഉണക്കക്കമ്പിനുള്ള ശക്തി അതിന് വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കാ ശക്തി. ഇന്നിപ്പോ നിങ്ങൾ ആത്മാവ് പറയുന്നു, നീ രോഗിയാ, നീ ബലഹീനയാ, നിനക്ക് ശക്തിയില്ല. എന്നാൽ
എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ ശക്തി ബലഹീനതയിലും തികഞ്ഞു വരുന്നു. ഏറ്റെടുത്തോ ഇന്ന് പൽക്കാലം. നിന്റെ നേരെ വന്ന ഫറവോന്റെ സൈന്യങ്ങളെ അതിജീവിക്കാനുള്ള ദൈവിക ശക്തി ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. കൈകൾ ചുറക്കെ സ്തോത്രം പറഞ്ഞ് നമ്മുടെ സമയം മുമ്പോട്ട് പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ എനിക്കിത് പറഞ്ഞു നിർത്തണം. ആമേൻ. ദൈവം പറയാ, ഇങ്ങനെ ഞാൻ ഫറവോനിലും രഥങ്ങളും 18 കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയെ നിങ്ങൾ അറിയും. അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി വായിച്ച പോലെ 19-ാമത്തെ വാക്യം. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി. ശ്രദ്ധിച്ചേക്കണേ, ഇനിയുമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇസ്രായേലിന്റെ മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ 2ആയി പിളർന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട്. വെള്ളത്തിന്റെ മതിൽ ആദ്യമായി ഉണ്ടാക്കിയത് മോശയാണ്. അവന്റെ മിടുക്കൊണ്ടല്ല കൈ നീട്ടിയപ്പെടാ. ഇടയ്ക്ക് ദൂത് പറയട്ടെ, നിന്നെ മുമ്പോട്ട് വിടാതെ കഴിഞ്ഞ വർഷങ്ങളായി ഒതുക്കി വെച്ച ചില ഫറവോന്റെ ശക്തികളെ ജയിക്കാൻ ആമേ രക്തം ജയം. സ്തോത്രം 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 സ്തോത്രം. റബാ 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 റബാ. ഓ, അസാമാന്യമായ ദൈവശക്തി, അസാമാന്യമായ ദൈവശക്തി. ഇന്ന് പകൽ നീ വിശ്വാസത്തെ കൈനീട്ടുമ്പോൾ ദൈവം അതിന്മേൽ അത്ഭുതം ചെയ്യാൻ പോകുകയാ. കൈയടിച്ച് ഏറ്റെടുത്തോളം ഇന്ന് പൽക്കാലം വാദം സ്തോത്രം പറഞ്ഞോണം. ചെങ്കടലേ ചെങ്കടലേ ചെങ്കടലേ, നിനക്ക് ദൈവമക്കളുടെ മേൽ അധികാരമില്ല. രക്തം ജയം എടുക്കട്ടെ. നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ചെങ്കടൽ ഇന്നത്തെ ആരാധനയിൽ അത് വറ്റിപ്പോകുകയാണ്. വറ്റിക്കഴിഞ്ഞിട്ട് അവിടെ കുഴഞ്ഞ വെള്ളമെന്നല്ല, കുഴഞ്ഞ മണ്ണെന്നല്ല, അത് ഉണങ്ങിയ നിലമാക്കും, ടാറോടാക്കും. നിന്നെ വെള്ളം വന്ന് കവിയാതിരിക്കാൻ മതിലുണ്ടാക്കും വെള്ളം കൊണ്ട്. എടാ, ദൈവം ഇറങ്ങിയാൽ എന്നാ നടക്കാത്ത? ഞാൻ ആത്മാവിൽ കാണും ചില കുടുംബങ്ങൾക്കകത്ത് ചില മതിലുകൾ ദൈവം പണിയുക, ചില ഒഴുക്ക് ദൈവം നിർത്തുക, ചില ഉണങ്ങിയ നിലം ദൈവം ഉണ്ടാക്കുക. ശക്തിയുടെ കൈയടിച്ച് ഏറ്റെടുത്തു. ഓ റബാ 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 റബാ. രക്തം 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 രക്തം. ഈവനമൗടെ കമ്പലമൗടി ജാലക്കാല കപ്പപ്പാറ റമ്പൽ ബൗടെ ജാലവലക്ഷസ്. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അതിന് ട്രൈ ചെയ്ത് അവരെ എഴുതിപ്പിച്ചെത്തി കേട്ടോ. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ അകത്തോട്ടൊന്ന് കയറും. അതുകൊണ്ടാണ് ദൈവം പറയാണ്. മോളെ വായിച്ചത് ഇപ്പൊ വായിച്ചേ. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. നോക്കണേ, ദൈവം അവിടെ എന്ത് ചെയ്തു പറഞ്ഞാട്ടെ? മാറിയിട്ട് എവിടെ പോയി നിന്നു? എവിടേക്ക്? വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓറ ബല ദല റബ റബ റബ. ദൈവത്തിന് ദൂതൻ നടന്നെന്ന് പറഞ്ഞാൽ ദൈവം നടന്നെന്ന. നമ്മളെ വിഷയം മറക്കല്ല. ആത്മമണ്ഡലത്തിൽ നിന്റെ കണ്ണിനെ കാണാൻ കഴിയാത്ത ചിലത് ദൈവം മാറുന്നൊന്നും ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം ഫുൾ സ്വിങ്ങിൽ ഇറങ്ങിയിരിക്കുക. ആമേൻ. നിന്റെ എല്ലാ പരിപാടിയിലും നിന്നെ ജയിപ്പിക്കാൻ സ്വർഗം ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് പല യേശുവിന്റെ നാമത്തിൽ പറയുക, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കെട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക എന്നാ പറഞ്ഞു.
ഓ പോരാ ദീപല ബൗഡബ ലക്ഷ സമ്പല ബൗഡേ ജീല കാല റപ്പ പാരാ. ശ്രദ്ധിച്ചേ, നമുക്ക് ഒളിയിൽ ആരാധിക്കാം. മുമ്പിൽ നിന്ന ദൈവം, മുമ്പിൽ നിന്ന മേഘസ്തംഭം, മുമ്പിൽ നിന്ന അഗ്നിസ്തംഭം, മുമ്പിൽ നിന്ന് മാറി പുറകിൽ പോയി നിന്നി. ചോദ്യം, അപ്പൊ ഇനി അവർക്ക് ആരാ വഴി കാണിക്കുന്നേ? മുമ്പിൽ നിന്ന ദൈവം പുറകിൽ പോയാൽ എങ്ങനെ കാര്യം നടക്കുന്നേ? ഇനി ആരാ വഴി കാണിക്കുന്നേ? ഇനി വഴി കാണിക്കണ്ട. എന്നാ കാര്യം? ചെങ്കല വഴി ഒരുക്കി കഴിഞ്ഞിരിക്കുക. മനസ്സിലായില്ലേ? ആമേൻ. നിനക്ക് അക്കരെ കയറാൻ വഴി റെഡി ആക്കിയിട്ടാ മുമ്പിൽ നിന്ന് മാറിയത്. മനസ്സിലായ? സ്വതന്ത്രം പറ. ദൈവം മാറിയത് എന്താണെന്നറിയാമോ? ഒരു വഴി തുറക്കാതെ വേറൊരു വഴി ദൈവം അടയ്ക്കത്തില്ല. അതാ മുമ്പിൽ നിന്ന് ദൈവം അവിടുന്ന് മാറി പുറകിൽ പോകാൻ കാര്യമുണ്ടാ. മുമ്പിലത്തെ റോഡ് ശരിയാക്കി ഇട്ടു. കുഴഞ്ഞ വഴിയല്ല, ഉണങ്ങിയ വഴി. വെള്ളം മറത്തില്ല, മതിലുകൊണ്ട് വെള്ളം കൊണ്ട് മതിലുണ്ടാക്കി. മോശ മുമ്പിൽ നിർത്തി, വടി കയ്യിലുണ്ട്, കാര്യം മുമ്പോട്ട് പോക്കിയോളും. ദൈവം അവിടെ ഇല്ലേലും കാര്യം നടക്കും. പക്ഷെ അവിടെ അല്ല ഇനി ദൈവം വേണ്ടത്, ഇവിടെ ദൈവം വേണ്ടത്, പുറകിലാ വേണ്ടത്. എന്നാ കാര്യം? ഫറവോനും സൈന്യവും പുറകിരിക്കുക. അവർ രഥങ്ങളുമായി വന്നിരിക്കുക, അവർ കുതിരകളുമായി വന്നിരിക്കുകയാണ്. ഏത് സമയത്തും ചാടിപ്പിടിക്കാം. ഇതുവഴി വന്ന് ഇസ്രായേൽ മക്കളെ ചാടിപ്പിടിക്കാം. പക്ഷേ ചാടാതെ ഇടയ്ക്ക് നിൽക്കുക ദൈവം. കൈയടിച്ച് സ്തോത്രം പറ. ഇടയ്ക്ക് നിൽക്കുകയാണ്. തൊടാതിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ നിന്നെ തൊടാതിരിക്കാൻ ദൈവം ഇറങ്ങി. ഓ ദൈവം ഇറങ്ങി. ഇതിൻ്റെ ബാക്കി ഇനി അടുത്ത ആഴ്ച പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇതൊന്നും തീർച്ചയായിട്ടും ഞാൻ ഇരിക്കുന്നുള്ളൂ. നമുക്ക് പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് പോയാലും വിടുതല. എന്തുകൊണ്ടാണ് ദൈവം മുമ്പിൽ നിന്ന് മാറിയത്? ചില ചോദിക്കുക, എന്നാ മാറിയത്? അയ്യോ, എൻ്റെ മുമ്പിൽ ദൈവം മാറിയല്ലോ. അയ്യോ, ഇത്ര നേരം ദൈവം ഉണ്ടായിരുന്നല്ലോ, എന്നാ മാറിയത്? അത് പൊട്ട ചോദ്യമാണ് കേട്ടോ. ദൈവം മാറുന്നതിന് ഉദ്ദേശമുണ്ട്. അവൻ നിനക്ക് വഴി ഒരുക്കിയിട്ട ദൈവം മാറിയത്. പുറകെ വരാൻ കാര്യം അറിയാമോ? പറവാൻ തൊടാൻ പാടില്ല. ദൈവമക്കളെ പറവാൻ തൊടാൻ പാടില്ല. അതിന്റെ ഇടയിൽ മതിലായി നിൽക്കുകയാണ് ദൈവം. ദൈവം മാറിയപ്പോൾ മേഘസ്തംഭം മാറി, അഗ്നിസ്തംഭം ഇങ്ങോട്ടേക്ക് മാറി. ഇല്ലേ? വായിച്ച മോളെ. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു. പോയപ്പോ മേഘസ്തംഭം മാറി, അഗ്നിസ്തംഭം മാറി. എല്ലാം ശ്രദ്ധിച്ചോട്ടനെ, ദൂത് പെട്ടെന്ന് നിർത്തണമല്ലോ. അത് മാറിയത് ആത്മമണ്ഡലത്തിലാണ്. അതാ ഞാൻ പറയാൻ വരുന്നത്. ഇവർ കണ്ണിനെ കാണുന്ന മണ്ഡലത്തിലല്ല അത് നടന്നത്. ദൂതനെ അവർ കണ്ടില്ല, ദൈവത്തെ കണ്ടില്ല, മേഘോ അഗ്നിയെ കണ്ടുള്ളൂ. നിന്റെ കണ്ണിനെ കാണാത്ത മണ്ഡലങ്ങളിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ നിനക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നീ കാണത്തുള്ളൂ. നമ്മുടെ പ്രശ്നം ദൈവത്തിന്റെ അത്ഭുതം കണ്ടിട്ടും അത്ഭുതമാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ വായും പഠിച്ചിരിക്കുക, ഇനിയും പോരട്ടെ. അല്ല, യേശുവിന്റെ നാമത്തിൽ ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുക. നീ അത് ഏറ്റെടുത്താൽ മതി.
രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് കരവെന്ന് വീഴ്ച സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. ദൂതം പുറകിൽ വന്നു, ആത്മമണ്ഡലത്തിൽ പുറകിൽ വന്നു. ആമേൻ. വെളിച്ചവും മേഘവും പുറകിൽ വന്നു. അടുത്ത വായിച്ചേ. രാത്രി മുഴുവനും മിസ്രയീമിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. കേട്ടോ, ഇസ്രായേലിന്റെ സൈന്യവും ഫറവോന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവം അതിന്റെ ഇടയ്ക്ക് നിന്നു. ശ്രദ്ധിച്ചു കേട്ടോണേ. എന്നെ തൊടുന്നവൻ, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്ന ദൈവത്തിൽ വചനം പറയാ. ദൂത ഏറ്റെടുത്തോണം. നിന്നെ ആര് തൊടാതെ വണ്ണം നിന്നെ ചുറ്റി പരിപാലിക്കുവാൻ മുമ്പിൽ പോയ ദൂതനെ പുറകിലെത്തിക്കുന്ന ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുക. സ്വന്തം പറയാമെങ്കിൽ പറഞ്ഞാ മതി. രക്തം 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 രക്തം. സ്തോത്രം സ്തോത്രം. അടുത്ത വായിച്ചേ. അവർക്ക് മേഘവും അന്ധകാരമായിരുന്നു, ഇവർക്കോ രാത്രിയോ പ്രകാശമാക്കി കൊടുത്തു. 20 രാത്രി മുഴുവനും മിസ്രയീമിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അവരുടെ മധ്യേ നിന്നു. എപ്പോഴാച്ചാ പറഞ്ഞേ? പെട്ടെന്ന് സമയം പോയി, 10 മണിയാകുക. പറഞ്ഞേ. രാത്രി മുഴുവൻ നിന്നെ. ഒരു സെക്കൻഡ് അല്ല. നീ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ 12 മണിക്കൂർ നിന്നെ കാക്കുന്ന ദൈവമുണ്ടെന്ന്. രാത്രി മുഴുവൻ നിൽക്കുന്ന ഒരു ദൈവം, നീ നേരെ കിടക്കുമ്പോൾ നിൽക്കുന്ന ഒരു ദൈവം, ദൂതനെ അയക്കുന്ന ദൈവം. രക്തം രക്തം. രാത്രി മുഴുവൻ നിന്നു. അടുത്തത് അവർക്ക് മേഘവും അന്ധകാരമായിരുന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. സ്തോത്രം. ഒന്ന് വെച്ച മോളെ. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ആർക്കാ? ഇസ്രായേൽ മക്കൾക്ക്, മിസ്രയീമ്യർക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? പിടികിട്ടുന്നില്ലല്ലേ? ദൈവം വന്ന് ഇവിടെ നിന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഇവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം പ്രകാശമാണ്. ഇങ്ങോട്ട് മേഘം, ഇങ്ങോട്ട് വെളിച്ചം. ദൈവം നിന്ന് കഴിയുമ്പോൾ ഇവിടെ ഫറവോനും കൂട്ടർക്കും എന്താണ്? ഉറക്കം എന്ന് പറ. അന്ധകാരം. ഇത് പോരായോ? ഇത് പോരായോ? ഇത് പോരായോ? ദൈവം നിന്നാൽ നിനക്ക് വെളിച്ചം, ശത്രുവിന് അന്ധകാരം. കൈയടിച്ച് സ്തോത്രം പറ. രക്തം ജയമെടുക്കട്ടെ. കരമടിച്ച് സ്തോത്രം പറ. ദൈവം വന്നപ്പോൾ, ദൈവം വരുമ്പോൾ ഒരു ഭാഗത്ത് മേഘം, ഒരു ഭാഗത്ത് തേജസ്, ഒരു ഭാഗത്ത് വെളിച്ചം. രക്തം ജയമെടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എനിക്കത് എങ്ങനെയാ പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ അത്ഭുതം കാണണമെങ്കിൽ നമ്മൾ ഉറക്കെ ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഇനി അത് പറയാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. ഞാൻ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ദൈവം വന്നാൽ നിന്റെ കാര്യം ശരിയാവും, കുഞ്ഞുങ്ങളുടെ കാര്യവും ശരിയാവും. സ്തോത്രം. ദൈവം വന്നപ്പോൾ ഇത്രയും വ്യത്യാസമുള്ളൂ. ദൈവമക്കൾ, ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. ദൈവം നിൽക്കുന്നതൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ ഭാഗം മുഴുവൻ പ്രകാശം, വെളിച്ചം, മേഘം. റൂട്ട് വഴി തുറന്നു കിടക്കുന്നു. നേരെ തൊട്ട് പുറകിൽ ഫറവോനും സൈന്യത്തിനും അന്ധകാരം. അതിനേക്കാളൊക്കെ ഭയങ്കര സംഭവം ഉണ്ടായി. എന്താണെന്നറിയാമോ? എവർ വന്ന രഥചക്രങ്ങളുടെ നട്ടും ബോൾട്ടും ദൈവം അഴിച്ചിട്ടു. ദൈവം വന്നപ്പം തന്നെ രഥചക്രങ്ങളെ താറുമാറാക്കി. മനസ്സിലായില്ലല്ലേ? അവൻ എത്ര ശക്തനാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും, ആത്മമണ്ഡലത്തിൽ ദൈവം ഇറങ്ങിയാൽ നിന്നെ തൊടത്തില്ല, നിന്റെ തലമുറയെ തൊടത്തില്ല. അവന്റെ രഥചക്രങ്ങളെ ദൈവം താറുമാറാക്കും. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. താറുമാറാക്കും. ദൈവം താറുമാറാക്കും. കൈയടിച്ച് ഉറക്കെ സ്തോത്രം പറ. ദൈവം താറുമാറാക്കും. ദൈവം താറുമാറാക്കും. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ശക്തിയോട് കൈയടിച്ച് സ്തോത്രം പറ. ദീപല ബൗഡ കമ്പല ബൗഡ ജാലക്കാല. പോരാ പോരാ പോരാ. ശക്തിയോട് സ്തോത്രം പറ. ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച് ഇന്നുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. മീൻപിടുത്തക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ, ഇസ്രായേൽ മക്കളുടെ ഒരു പൂഞ്ഞാനെ പോലും തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു ഊപ്പെ പോലും തൊടാൻ
ഫറവോന് കഴിഞ്ഞില്ല. പറ, രഥമില്ലാഞ്ഞിട്ടാണോ? അധികാരമില്ലാഞ്ഞിട്ടാണോ? പവറില്ലാഞ്ഞിട്ടാണോ? എല്ലാം ഉണ്ട്, പക്ഷെ തൊടാൻ പറ്റിയില്ല. എന്താ കാര്യം? ദൈവം അടക്കി നിൽക്കുക. ദൈവത്തെ വെറുപ്പിക്കല്ലേ, ദൈവത്തിന് കണക്ഷൻ വിട്ടുപോകല്ലേ. അത് പോയാൽ തീർന്നു കേട്ടോ. ആ ദൈവം നിന്റെ ഇടയിലുണ്ടെങ്കിൽ ഒരു ആഭിചാരമോ ഒരു മന്ത്രവാദമോ ഒരു ശകുനവാദമോ പൗരോഹിത്യ ബന്ധനങ്ങളോ നേർച്ചാഴ്ച ശക്തികളോ അസൂയയുടെ കണ്ണുകളോ നിന്റെ നാള് ദോഷമോ ഒന്നും നിന്നെ തൊടത്തില്ല. ആഭിചാരം ഇസ്രായേലിന് പറ്റത്തില്ല. കാരണം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരുമില്ല. കൈയടിച്ച് ഉറക്കെ സ്വന്തം പറ. പോയിരുന്നു രക്തം ജയമെടുക്കട്ടെ. സമയമുണ്ട്, എന്താ കുറച്ചുകൂടി എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഞാൻ സമയം പോകുന്നുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഞാനും അല്പം ടയേർഡായി. ദൈവത്തിന് സ്തോത്രം. ഇത് മനസ്സിൽ കരുതിക്കോണം. ഈ പിക്ചർ മനസ്സിൽ പോകല്ലേ, ഇത് പോകല്ലേ. കൂടെ ആരുണ്ട്? മന്ത്രിമാർ വരുമ്പോൾ, മുഖ്യമന്ത്രി വരുമ്പോൾ 22 കാറും പോലീസും പുറകെ വരുന്നത്. ദൈവം വരുമ്പോൾ ദൈവത്തിന് സന്നാഹം കൂടെ ഉണ്ട്. ഉണ്ടെങ്കിൽ നിന്നെ തൊടത്തില്ല. ആത്മാൽപ്പ തലമുറ തൊടത്തില്ല. ആത്മമണ്ഡലത്തിൽ ബന്ധിക്കാനും അഴിക്കാനുമുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഓ രക്തം ജയം. പാസ്റ്റർ പറയുന്നത് വേണ്ട, നിനക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ആത്മമണ്ഡലത്തിൽ ദൂതനിറങ്ങി ഇസ്രായേൽ മക്കളെ ജയിച്ചെങ്കിൽ ഇന്ന് വരെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി എന്ന് വ്യാപരിച്ച് ദൈവകൃപയെന്ന് വ്യാപരിച്ചത് അഭിഷേകമായി മാറാൻ പോകുകയാണ്. ഓ റബല റൗഡ റബല റഷസേ, യേശുവിൻ്റെ നാമത്തിൽ. പാട്ട് പാടാൻ പോകും. ഒരു പാട്ട് 2 അടി പാടാനേ സമയമുള്ളൂ. ഇതൊന്ന് കേട്ടോണ്ടേ. രഥചക്രൻ നട്ടും ബോൾട്ടും അഴിച്ചിട്ട് ഇവരെ തൊടാനൊക്കാതെ ഇവരിങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, മോശയോട് പറയാം, മോശേ നീ വടി നീട്ടെ, ചെങ്കൽ നിന്നെ വടി നീട്ടിക്കോളാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ അവസാനത്തെ ആളും കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ദൈവം പറഞ്ഞു, പെസഹ കുഞ്ഞാടിനെ അറത്ത് ചോരത്തെളി ആചരിച്ച ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ചെങ്കടലിൽ മുങ്ങിപ്പോയില്ല. മനസ്സിലായോ? ഒരു സ്തോത്രം പറഞ്ഞു. പെസഹ കുഞ്ഞാടിനെ അറത്ത് ചോരത്തെളി ആചരിച്ച് ചെങ്കടലിൽ കിടന്ന ഒറ്റ കുഞ്ഞുങ്ങൾ പോലും വെള്ളത്തിൽ മുങ്ങിയില്ല. എന്നാ ദൈവമക്കളെ പിടിക്കാൻ വന്ന സകല ആളുകളും ഒറ്റ സെക്കൻഡിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അവരുടെ ശവങ്ങൾ തീരത്ത് ചത്ത് അടിഞ്ഞു കിടന്നു. ഞാൻ ക്രോധം പറയാനോ കോപം പറയാനോ ശത്രുവിനെ കൊല്ലാനോ പറയുന്ന കാര്യമല്ല, അങ്ങനെ ചിന്തിക്കല്ലേ. പുതിയ നിയമം കൃപയുടെ വചനമാണ്. എങ്കിലും നിർദോഷിയായ നിന്നെ അറിയാത്ത കാര്യങ്ങളുടെ പേരിൽ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ദൈവം നീതിമാനായി ഇറങ്ങി വരും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കൈയടിച്ച് സ്വന്തം പറഞ്ഞോ, തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, എല്ലാവരും എഴുന്നേറ്റ് വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗം മുന്നേറുന്നു. ദേവദാസന്മാർ വന്നാട്ട് ചേർന്ന് പാടി. 5 മിനിറ്റ് നമുക്ക് സമയമുള്ളൂ. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.